ഫാബ്രിക്കിൽ തന്നെ ബാന്തിനി പ്രിന്റിൽ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവർക്കും പൂത്തിരാൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ ഇത്രയും നാളും കൊണ്ടുവരാത്ത ഒരു ഡിസൈൻ ആണ്. എനിക്ക് തോന്നുന്നത് ഇത് ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ക്യാമ്പ്രിക്കിൽ തന്നെയായിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇതും ക്യാമ്പ്രിക്കിൽ തന്നെ ബാന്തിനി പ്രിന്റ് ആണ് കേട്ടോ. എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണല്ലോ. ആക്ച്വലി ബാന്തിനി എന്ന് പറയുന്നത് ടൈ ആൻഡ് ഡൈ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതായത് ഈ ഫാബ്രിക്കിനകത്ത് വരുന്ന ആ ഒരു, ഇപ്പൊ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഈ സെയിം ഫാബ്രിക് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് കാണുന്ന ഡോട്ട് പ്രിന്റുകൾ ടൈ ചെയ്തിട്ട് ഫാബ്രിക് ഡൈ ചെയ്യുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു എന്താ പറയാ, ഗ്രേ ക്ലോത്തിനകത്തേക്ക് തന്നെ നമ്മളിപ്പോ ഈ ഒരു ഡോട്ടിനെ ഫാബ്രിക്കിനകത്ത് തന്നെ ഒരു ടൈ പോലെ കൊടുത്ത് എന്നിട്ട് ഫാബ്രിക് ഡൈ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ടൈ ഒക്കെ അഴിച്ച് കഴിയുമ്പോൾ വരുന്ന പ്രിന്റ് ആണ് ഈ ബാന്തിനി പ്രിന്റ് എന്നുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് സ്ക്രീൻ പ്രിന്റിലുള്ള ക്യാമ്പ്രിക് ആണ്. സാധാരണ കൊണ്ടുവരുമ്പോൾ ഈ ബാന്തിനി ഒക്കെ വരുമ്പോൾ പ്യുവർ ആയിട്ടുള്ളത് ശരിക്കും അങ്ങനെ തന്നെ ചെയ്തു വരുന്നതിനൊക്കെ ഒത്തിരി പ്രൈസ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കും. ഇത് നമ്മൾ ക്യാമ്പ്രിക്കിൽ തന്നെ സ്ക്രീൻ പ്രിന്റിലുള്ള ബാന്തിനി പ്രിന്റ് ആണ്. അതും നമുക്ക് ഈ ആ ഒരു ഫീൽ തന്നെ വെയർ ചെയ്യാവുന്നതാണ്. ബാന്തിനി സ്റ്റൈലിൽ തന്നെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ അധികം തന്നെ ഈ ബാന്തിനി പ്രിന്റുകളാണ് അവർ വെയർ ചെയ്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ കേരളത്തിനകത്ത് അധികം പേരൊന്നും അങ്ങനെ വളരെ റെയർ ആയിട്ട് കുറെ ഇഷ്ടപ്പെടുന്നവർ മാത്രം സെലക്ട് ചെയ്യുന്ന ഒരു പ്രിന്റ് ആണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പർച്ചേസിന് ചെല്ലുമ്പോൾ അധികം തന്നെ അവിടെ എല്ലാവരും തന്നെ ഈ ബാന്തിനി പ്രിന്റ് പോലത്തെ പ്രിന്റുകളാണ് അധികം തന്നെ വെയർ ചെയ്ത് കാണാറുള്ളത്. പ്രിന്റ് ഇങ്ങനെ പല സ്റ്റൈലിൽ വരാറുണ്ട്. ചിലപ്പോൾ ഫ്ലവറിന്റെ പാറ്റേണിൽ അത് പ്രിന്റ് ചെയ്തെടുക്കും, അതല്ലെങ്കിൽ ഓരോരോ ഷേപ്പിലാണ് അത് പ്രിന്റ് ചെയ്ത് വരുന്നത്. നമ്മൾ ഇന്ന് കാണുന്നത് ഒരു സ്ട്രൈപ്പ് പാറ്റേണിൽ പോകുന്നത് പോലെയുണ്ട്, അതുപോലെ തന്നെ ഒരു ജിയോമെട്രിക് പാറ്റേണിലുള്ളതുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഐഡിയ പോലെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 119 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നമ്മുടെ ക്യാമ്പ്രിക്കിന്റെ പ്രൈസ് 119 ആണല്ലോ. ഈ ക്യാമ്പ്രിക് എന്ന് പറയുന്നത് 60s/60s ആയിട്ടുള്ള ക്യാമ്പ്രിക് ആണ് കേട്ടോ, 40s അല്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യാം. ഞാനത് പറഞ്ഞല്ലോ, 119 ആണ്, 44 ഇഞ്ച് ആണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരേ പ്രിന്റിന്റെ 4 കളേഴ്സ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിനകത്താണ്. നേവി ബ്ലൂവിനകത്ത് തന്നെ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് പോകുന്നത്. ഈ സെയിം പ്രിന്റ് തന്നെ ഡിഫറെന്റ് കളേഴ്സിലാണ് വരുന്നത്. ബേസ് കളറിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ്. ലൈനിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യാം. ക്യാമ്പ്രിക് ഒന്നും തന്നെ ലൈനിങ് ഇല്ലാതെ ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. ഇത് കുറച്ച് ഡാർക്ക് കളർ ആയതുകൊണ്ട് ഒരു സംശയം ഇല്ലാതെ തന്നെ നമുക്കിത് ലൈനിങ് ഇല്ലാതെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. 119 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പെർ മീറ്റർ 119 രൂപ. ഇനി നമുക്ക് ഇതിന് തന്നെ ഒരു പിങ്ക് കളറാണ് വരുന്നത് കേട്ടോ. പിങ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഭയങ്കര ഉദിച്ചു നിൽക്കുന്ന പിങ്ക് അല്ല, ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടോൺ ആണ്. പക്ഷെ നന്നായിട്ട് നമുക്ക് കളറൊക്കെ തോന്നിക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ്. വെയർ ചെയ്യുമ്പോൾ ഈ ഒരു നല്ല ഭാഗം കാണിച്ചു തരാം. ഈ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഇത് ബാന്തിനി ആണെങ്കിലും സ്ക്രീൻ പ്രിന്റിലുള്ളതാണ് കേട്ടോ, അല്ലാതെ പ്യുവർ ബാന്തിനി അല്ല, ടൈ ആൻഡ് ഡൈ ചെയ്ത് വരുന്നതല്ല കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഓറഞ്ച് കളറിലാണ്. ഓറഞ്ചിനകത്ത് സെയിം പ്രിന്റ് തന്നെ, നമ്മൾ ഇത്ര നേരം കണ്ട ആ സെയിം പ്രിന്റ് തന്നെയാണ്. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറാണ്. ഇങ്ങനെയാണ് ഈ ഒരു കളർ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ലാസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം കളറാണ്. നമുക്കൊരു റാണി പിങ്ക് എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു കളറിലാണ് ഇത് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഈ ഒരു പ്രിന്റ് വെയർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്. ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടെ കാണിച്ചു തന്നു. നമുക്കിത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ്സുകൾ, മെറ്റേണിറ്റി വെയർ ഒക്കെ ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഡ് സെറ്റോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇതിനെല്ലാത്തിനും ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള പാന്റ് പെയർ ചെയ്യുകയാണെങ്കിൽ ടോപ്പിന് വളരെ നല്ലതായിരിക്കും. കാരണം എല്ലാത്തിനകത്ത് ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിന്റ് ആണ് വരുന്നത്. നമ്മുടെ എല്ലാവരുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കളറാണല്ലോ ഓഫ് വൈറ്റ്. അപ്പോൾ ടോപ്പിന് മാത്രം ഇതിനകത്ത് നിന്ന് ഫാബ്രിക് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടുള്ള കുർത്തിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഈ കണ്ടതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുള്ളവർ 8891060225 എന്ന് കോൺടാക്ട് ചെയ്യണേ. അതുപോലെ തന്നെ മിനിമം ക്വാണ്ടിറ്റി എത്രയാണെന്നൊക്കെ ചോദിക്കണ കാണാറുണ്ട്. നമുക്ക് അങ്ങനെ മിനിമം ക്വാണ്ടിറ്റി ഇല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അല്ലാതെ ഇത്ര മീറ്റർ എടുക്കണം എന്നോ അങ്ങനെ ഒരു റൂൾസ് ഒന്നും ഇല്ല. 500 രൂപയിൽ താഴെയാണ് പർച്ചേസിന്റെ ബില്ല് വരുന്നതെങ്കിൽ 50 രൂപ കേരളത്തിനകത്ത് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 500 രൂപയുടെ മുകളിലാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ. ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.